നാണവും ഉളുപ്പുണ്ടോ? നടപടിക്രമമായിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ പറഞ്ഞത്? ഞാൻ നടപടിയെടുക്കുന്നതല്ലേ പറഞ്ഞത്? എന്നാ നിങ്ങൾ എന്താ പറയുന്നത്? പിന്നെ ജാഗ്രത കുറവോ? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? കഞ്ചാവ് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും ഹോസ്റ്റലിൽ സൂക്ഷിക്കുന്നത് ജാഗ്രത കുറവാണോ എന്നുള്ളതാണ്. തോന്നിയവാസം എന്ന് പറയാനുള്ള ആർജവം നമുക്കൊക്കെ വേണ്ടേ എന്നുള്ളതല്ലേ? എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പം. ഇങ്ങനെയാണോ കാര്യങ്ങളെ? അതിൽ ജാഗ്രത കുറവാണോ? വിൽപ്പനയ്ക്ക് വെച്ചവന് ജാഗ്രത കുറവാണോ? വിൽപ്പനയ്ക്ക് വെച്ചവൻ ജാഗ്രത കുറവോ? പോലീസ് പിടിക്കാതിരിക്കാനുള്ള ജാഗ്രത കുറവാണോ ഉണ്ടായത്? അവരെ വിട്ടോ? പിന്നെ ഇന്നലെ രാത്രി തന്നെ ജാമ്യത്തിൽ ഇറക്കിയില്ലേ? വിൽപ്പനയ്ക്ക് വെച്ചവൻ ജാഗ്രത കുറവോ? വിൽപ്പനയ്ക്ക് വെച്ചവൻ വിൽപ്പനക്കാരനാണ്, അവൻ കഞ്ചാവ് കൊടുത്തുകാരനാണ്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ടേ ഒരു പ്രശ്നമില്ല. അച്ഛനെ മനസ്സിലായില്ലേ? കഞ്ചാവ് വിൽപ്പനക്കാരനാണ്, അവൻ അങ്ങനെ പറയണം. അല്ല, ജാഗ്രത കുറവല്ല. SFIക്ക് ജാഗ്രത കുറവോ? മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. ആ അഭിരാജ് എന്ന് പറഞ്ഞവൻ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി അവന്റെ മുറി കൊണ്ടുവന്ന് കഞ്ചാവ് വിൽപ്പന നടത്തി ഉപയോഗിക്കാൻ പറ്റിട്ട് അവന്റെ ജാഗ്രത കുറവുണ്ടാക്കുന്നത് നിങ്ങളെ പോലെ ഉളുപ്പില്ലായ്മയാണോ ഞാൻ പറഞ്ഞത്? ഇത് കരുതിക്കുട്ടിയുള്ള അപമാനിക്കലാണ്. ഇതിന്റെ പിന്നിൽ പല ദുഷ്ടശക്തികളുമുണ്ട്. ഈ സംസ്ഥാനത്തെ KSUവുമായി ബന്ധമുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഡ്രഗ്സുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവരെയൊക്കെ പിടിക്കാനുള്ള പൂർണ്ണ അധികാരം പിണറായി പോലീസിന് ഫ്രീ ഹാൻഡ് കൊടുക്കുന്നു. തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഞങ്ങൾ ഒരുത്തനെയും സംരക്ഷിക്കാൻ വരില്ല, ഞങ്ങൾക്ക് ഒരുത്തന്റെയും വക്കാലത്തില്ല, ഞങ്ങൾ ഒരുത്തന്റെയും ജാഗ്രത കുറവ് പരിശോധിക്കാൻ പോകുന്നില്ല. അവനൊന്നും KSUവുമായി മേലാൽ കുലബന്ധം ഉണ്ടാകില്ല. ഇതുപോലെ ചൊണയുണ്ടോ സഞ്ജീവ പറയാൻ? ആകെ കുഴഞ്ഞല്ലോ രാഘവൻ നായരെ. ഇതിനകത്ത് FIR എഴുതി വെച്ചിരിക്കുന്നത് പ്രതികൾ ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി എന്നാണ്. അപ്പൊ എങ്ങനെയാണ് സഞ്ജീവ് അത് വിൽപ്പനയ്ക്കല്ല എന്ന് ന്യായീകരിക്കുന്നത്? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? വെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ.